ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ഓണമൊക്കെ ആയോ? ഞങ്ങൾക്ക് ഓണമൊക്കെ ആയി കേട്ടോ. നിങ്ങള് വീട്ടിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയോ? ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയോ എല്ലാരും? ഉണ്ടാക്കിയോ? പിന്നെ ഇനി നാളെ അല്ലേ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. നാളെ അല്ലേ പ്രധാനപ്പെട്ട ദിവസം, തിരുവോണം. ഇന്ന് ആർക്കും മൊബൈലും നോക്കാൻ സമയം കാണത്തില്ല. ഇത് ഉത്രാടത്തിന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മള് കേട്ടോ. ഉത്രാടത്തിന്റെ നമ്മള് ചെറിയൊരു അത്തമൊക്കെ ഇട്ട് അതൊന്ന് കാണില്ല ചേട്ടാ. കുഞ്ഞത്തമാട്ടെ കുഞ്ഞത്തവാ. അത്തമെന്ന് വലിയ രീതിയിൽ പറയാനൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു അത്തം, കുഞ്ഞത്തം ഞങ്ങളുടെ ചെറിയൊരത്തം. കളിയാക്കില്ല കേട്ടോ ആരും. ഓക്കെ ഓക്കെ. ഇതാണ് ശാലിനിയുടെ കുഞ്ഞത്തം കേട്ടോ. രാവിലെ ഇട്ടതാ. പൂക്കളും കുറവാ. ഇന്ന് മഴയുണ്ടെങ്കിലും പൂക്കൾ കുറവാണ് ഇവിടെ. പിന്നെ നിങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ? ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു. ഞങ്ങള് പുല്ലൂർ എൻഗിയിൽ നിന്നും രാധാസിന്നുമാണ് എടുത്തത്. രണ്ടും മോശമല്ല, രണ്ടും കിട്ട നിൽക്കുകയാണ്. അവർ താങ്കൾ കടക്കാർ തമ്മിൽ ഭയങ്കര മത്സരത്തിലാണ്. കോമ്പറ്റീഷൻ ഉള്ള രണ്ട് കടയാ. രണ്ട് കൂട്ടരും ഭയങ്കര മത്സരത്തിലാണ് അവിടെ കച്ചവടം നടക്കുന്നത്. പക്ഷെ നല്ല കളക്ഷനാ രണ്ട് കടയില്. ഒരുപാട് വെറൈറ്റി കളക്ഷനുകളുണ്ട്. അതെ അതെ അതെ. ഇപ്രാവശ്യം എന്തായാലും ഭയങ്കര പർച്ചേസിംഗ് ആയിരുന്നു നമ്മള്. രാധാസൊക്കെ നേരത്തെ ഒരു ചെറിയ രീതിയിലായിരുന്നു നടത്തിക്കൊണ്ട്, ഇപ്പം വലിയ രീതിയിലായി, വലിയ ബിൽഡിംഗ് ഒക്കെ ആയി. അത് എൻകെയും പിന്നെ അങ്ങനെ തന്നെയാ. നിങ്ങൾ പലഹാരമൊക്കെ ഉണ്ടാക്കിയോ? ഞാൻ ഉണ്ടാക്കിയ പലഹാരങ്ങൾ നിങ്ങൾക്ക് കാണണ്ട. ഞാൻ ചേട്ടനും കൂടാണ് ഉണ്ടാക്കിയത്. അതെ, ചേട്ടന്റെ സപ്പോർട്ട് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നാണ് ഉണ്ടാക്കിയത്. നമുക്കതൊന്ന് കാണാം. ഒന്ന് കാണാം. ഓക്കെ. പലഹാരമൊക്കെ ഉണ്ടാക്കിയ കാണാമല്ലോ. കണ്ടോ? എല്ലാരും കണ്ടോ? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ പലഹാരമാണ്. ഇത് അരിമുറുക്ക്, ഇത് നമ്മൾ സാധാരണ എല്ലാരും ഉണ്ടാക്കുന്ന ചിപ്സ്, ഇത് ചീനി കൊണ്ടുണ്ടാക്കിയ ചിപ്സ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ചീനി കൊണ്ടുണ്ടാക്കിയ ചിപ്സ്. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതെ അതെ, ഞങ്ങള് എന്തായാലും ഇതൊക്കെ ഇനി ഉണ്ടാക്കേണ്ടതുണ്ട്. എന്നാലും ഞങ്ങള് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത്. ഇനി ഉണ്ടാക്കാനാണ് ഇഷ്ടംപോലെ ഉണ്ട് ഇല്ലയോ? ഇനി ഓണമായിട്ട് നമ്മുടെ ചോട്ടൂരി ഒന്ന് കാണണ്ടേ? അതെ, ചോട്ടൂരി ഒന്ന് കണ്ടോളെ. ഓക്കെ. ഇതാണ് ഞങ്ങളുടെ ചോട്ടുകുട്ട. ചോട്ടു കണ്ടോ? ചോട്ടൂന് ഓണമൊക്കെ അവൻ വലിയ ഉത്സാഹത്തിലാണ്. കണ്ടിട്ട് കുറെ നാളായില്ലേ? ഓണമായിട്ട് ചോട്ട് കണ്ടോ? എല്ലാവർക്കും ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഓക്കെ. അപ്പോ എല്ലാവർക്കും എന്റെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും. അപ്പൊ നിങ്ങളെ ഓരോ വിഭവങ്ങളുമായിട്ട് ഞങ്ങളെ കാണിക്കുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഹാപ്പി ഓണം.